2020 കോവിഡ് കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയം കാലം. അന്ന് ജൂൺ 20 ഒരു സംഭവം ഉണ്ടായി. ജൂൺ 20 അത് തൂത്തുക്കുടി ജില്ലയിലാണ്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിൽ സാത്താംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അപ്പോൾ അന്ന് ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവുണ്ട്, കടകളൊക്കെ ഇന്ന സമയത്ത് അടച്ചോണം എന്ന്. ഒരു 15 മിനിറ്റ് താമസിച്ചു ഈ കടയടയ്ക്കാൻ. ഒരു പാവം ജയരാജ് എന്നാണ് അയാളുടെ പേര്, പി ജയരാജ്. അയാൾ ഒരു മൊബൈൽ ഷോപ്പ് നടത്തുന്ന ആളാണ്. അപ്പോൾ അയാളുടെ 58 വയസ്സുകാരനാണ്. കടയടയ്ക്കാൻ താമസിച്ചു. അപ്പോൾ ഇയാളെ ഉടനെ വന്നു പോലീസ് വന്നു പരിശോധിച്ചു. ഇയാളെ അവിടുന്ന് പിടിച്ചിറക്കി വലിയ അതായത് കൊലയാളികളെ കൊണ്ടുപോകുന്നത് പോലെ ഇയാളെ പിടിച്ച് കയറ്റി ജീപ്പിനകത്ത് കയറ്റി അങ്ങ് കൊണ്ടുപോയി അവിടെ ഇട്ട് ഇടിച്ചങ്ങ് നാശമാക്കി ചവിട്ടി. എല്ലാവന്മാർക്കും കൂടെ നല്ല സൗകര്യമായിരുന്നല്ലോ ചവിട്ടാൻ. ഒരു പാവം പിടിച്ച് മനുഷ്യനെ കിട്ടിയതാണ്. അപ്പോൾ ഇവനൊക്കെ ഇതേപോലെ അങ്ങ് ഉപദ്രവിക്കും. ഒരു ഇൻസ്പെക്ടർ, 2 സബ് ഇൻസ്പെക്ടർമാർ, ഒരു ഹെഡ് കോൺസ്റ്റബിൾ, ബാക്കി പോലീസുകാർ, അങ്ങനെ ചേർന്ന് 10 പേരാണ്. അതിൽ ഒരുത്തൻ ഇപ്പം മരിച്ചുപോയി. അത് കോവിഡ് തന്നെ ബാധിച്ച് മരിച്ചവൻ, അതിലെ 10ാം പ്രതി. അങ്ങനെ ഈ 9 പേര്, ബാക്കിയുള്ള 9 പേർക്ക് ബാക്കി അത് ശിക്ഷ കിട്ടിയതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇയാളെ ഈ അച്ഛനെ പിടിച്ചുകൊണ്ട് പോയത് അറിഞ്ഞുകൊണ്ട് മകൻ, അയാൾ 31 വയസ്സുകാരനാണ്, ബെന്നക്സ്, ജെ ബെന്നക്സ്, അതായത് ഈ ജയരാജൻ്റെ മകനാണ്. അയാൾ ഓടി പാഞ്ഞ് പോലീസ് സ്റ്റേഷനിലെത്തി. അയാൾ ചെന്നപ്പോൾ എന്തോ അയാളുടെ അച്ഛനെ എടുത്തിട്ട് അങ്ങ് അടിക്കുകയാണ്. അപ്പം ഇയാൾ തടസ്സം പിടിച്ചു അതിന്. അപ്പം തിരിഞ്ഞാടി എവനെ എടുത്തിട്ട് ചവിട്ടി കൂട്ടി എന്ന് പറഞ്ഞാൽ ചവിട്ടി മുഴുവൻ നശിപ്പിച്ചു. ഇവരുടെ 2 പേരുടെയും ആന്തരിക അവയവങ്ങൾ മുഴുവൻ ചവിട്ടി നശിപ്പിച്ചു യവന്മാർ. അത് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടായി. അവശ നിലയിലായി അവരിങ്ങനെ കിടക്കുക, ഒന്നും വയ്യാതെ. യവന്മാർ കയറി മേഞ്ഞ് ഇത്രയും പേര്, 10 പേരാണ് ഉപദ്രവിച്ചത്. എന്തിനാ ഉപദ്രവിച്ചതെന്ന് ചോദിച്ചാൽ യവന്മാർക്ക് പറഞ്ഞുകൂടായിരിക്കും. ചിലപ്പോൾ പൈസ കൊടുത്താൽ ഇറങ്ങിപ്പോവായിരിക്കും. അത് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. ആ പാവങ്ങൾ കയ്യിലുള്ളത് എടുത്ത് കൊടുത്തേനെ. ഒരു കാര്യമില്ല, 15 മിനിറ്റ് കട അധികമായിട്ട് തുറന്നു വെച്ചു. ഇതാണ് പ്രശ്നം. എന്ത് ആരോഗ്യം നോക്കുന്നവന്മാരാണെന്നറിയാം ഈ 2 പേരെ തല്ലിക്കൊന്നത്. ഇവരെ ജൂൺ 20 രാത്രിയാണ് ഈ സംഭവം. 7:30 മണിയോടുകൂടി ഒരു പോലീസ് സ്റ്റേഷനിൽ അവിടെ നിന്ന് അവശരായിട്ട് അവിടെ കിടന്നു. അവരെ പിറ്റേന്ന് ആശുപത്രിയിൽ വയ്യാതായ അങ്ങ് ഒരു നിവൃത്തിയില്ല, ചത്തു ഒന്നും മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി മരണത്തോട് മല്ലടിച്ച് ബെന്നക്സ് ആദ്യം 22 മരിക്കുന്നു. കൊലപാതകമാണ്, കൊല്ലപ്പെടുകയാണ് 22. അച്ഛൻ ജയരാജ് 23 മരിച്ചു. അപ്പോൾ ഈ പോലീസിൻ്റെ അന്വേഷണം അത് തൃപ്തികരമല്ല എന്നുള്ള പരാതി ഈ ജയരാജൻ്റെ ഭാര്യ, ബെന്നക്സിൻ്റെ അമ്മ സെൽവറാണി, ആ സ്ത്രീ ഉണ്ടായിരുന്നു. അവർ നോക്കിക്കോണം, അവരെന്തുമാത്രം കഷ്ടപ്പെട്ടു എന്ന് നോക്കിക്കോളൂ. അവരുടെ ഭർത്താവും പോയി, മകനും പോയി. അപ്പോൾ അവർ ഇതിന് പരാതി കൊടുക്കാനായിട്ട് ഇങ്ങനെ തയ്യാറായി. അങ്ങനെ അന്വേഷണം ക്രൈം ബ്രാഞ്ചിന് വിട്ടു. ക്രൈം ബ്രാഞ്ചിൻ്റെ അന്വേഷണവും തോന്നിവാസം പോലാണ്, ഈ പോലീസുകാരെ രക്ഷപ്പെടുത്തുന്ന രീതിയിലാണ് എന്ന് മനസ്സിലായി. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇവർക്ക് ഈ ഗുരുതരമായ പരിക്ക് ആന്തരികാവയവത്തിന് എടുത്തിട്ടുണ്ട്. അത് മുഴുവൻ അടിയും ചവിട്ടും കൊണ്ട്, സ്റ്റാമ്പിങ്, അതുപോലെ തന്നെ അടി, ഇതുകൊണ്ടാണ് എന്നുള്ളത് വെളിവായിട്ടുണ്ട്. എന്നിട്ട് പോലും പതുക്കെ അങ്ങനായി. അവസാനം സെൽവറാണിയുടെ പരാതിയിൽ ഈ അന്വേഷണം CBI ഏറ്റെടുക്കുന്നു. CBI അന്വേഷണം നടത്തി കുറ്റപത്രം തയ്യാറാക്കി ഹാജരാക്കിയ അന്വേഷണത്തിൽ ഈ 10 പോലീസുകാർ, ഒരു ഇൻസ്പെക്ടറും 2 സബ് ഇൻസ്പെക്ടർമാരും, ഒരു ഹെഡ് കോൺസ്റ്റബിളും, ബാക്കി പോലീസുകാരും, ഇവരെല്ലാം ഇതിൽ കുറ്റക്കാരാണ് എന്ന് കണ്ട് അവർ ഫൈനൽ റിപ്പോർട്ട് ഹാജരാക്കി. അപ്പോൾ CBI കോടതി അതിൻ്റെ ട്രയൽ നടന്നു. ഇത്രയും നാളെ എടുത്തു. അതായത് 5 വർഷം. 20 നടന്ന സംഭവമാണ്, ജൂൺ 20 നടന്ന സംഭവമാണ് 2020. ഇപ്പോൾ 5 വർഷം എടുത്തു. ഏതായാലും ഇപ്പോൾ അതിന് വിധിയുണ്ടായി. ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടു. അതിലെ 10ാം പ്രതിയായിട്ടുള്ള പോലീസുകാരൻ, അയാൾ ഇതിനിടയിൽ കോവിഡ് വന്ന് മരിച്ചു. അതൊരു ദൈവത്തിൻ്റെ തന്നെ ഒരു കളി എന്ന് നമ്മൾ കണ്ടാൽ മതി. ഏതായാലും ശരി, ബാക്കിയുള്ളവന്മാർ ഈ 9 പേർക്ക് ഇന്നലെ സെഷൻസ് കോടതി അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചു, 9 പേരെയും. അപ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ
തോന്നുന്നു. ഈ 9 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചല്ലോ എന്ന് തോന്നും. 2 നിരപരാധികളെ ഒരു കാരണമില്ലാതെ കൊണ്ടുപോയി പോലീസുകാരന്മാർ അവന്മാരുടെ അധികാരം ഉണ്ടെന്നുള്ള ഗർവോടുകൂടി കൊണ്ടുവന്ന് ചവിട്ടി നാശമാക്കി കൊലപ്പെടുത്തിയതാണ്. അതിദാരുണമായിട്ട് കൊലപ്പെടുത്തിയതാണ്. അങ്ങനെ കൊലപ്പെടുത്തിയേക്കുന്ന അതുകൊണ്ടാണ് അതിന് ആ ശിക്ഷ എന്ന് പറയുന്നത് ഒരിക്കലും ഇത് കൂടുതലല്ല. ഇത് കൂടാതെ ഫൈനൊക്കെ വലിയ തുകയൊക്കെ ഫൈനൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്. ഈ രണ്ട് വധശിക്ഷ വീതമാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് പ്രയോജനമില്ല. ഒരു തവണയല്ലേ ഒരുത്തന്നെ തൂക്കി കൊല്ലാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ കൊല്ലാൻ ഒക്കത്തില്ലല്ലോ. ഏതായാലും ശരി, അത് ഒരു നല്ല വിധിയാണ്. അതിൻ്റെ കാരണം ഇത് റെയറസ്റ്റ് എമംഗ് റെയർ ആകുമെന്ന് ചോദിച്ചാൽ ആകും. കാരണം അധികാര ഗർവ് പോലീസുകാർ അവരുടെ അധികാരം ഉണ്ടെന്ന് കണ്ടുകൊണ്ടാണ് ഈ തോന്നിവാസം ഈ പാവങ്ങളെ 2 പേരെ പിടിച്ചുകൊണ്ട് പോയി ഇതുപോലെ കൊല്ലുന്നത്. ഒരു സ്ത്രീയുടെ ഉണ്ടല്ലോ, അതായത് സെൽവറാണി, ജയരാജിൻ്റെ ഭാര്യ, ബെന്നെക്സിൻ്റെ അമ്മ, അവരുടെ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഈ കേസ് CBIക്ക് വിടുന്നതും അവസാനം ഇതേപോലുള്ളൊരു വിധി വരുന്നതും. അത് യഥാർത്ഥത്തിൽ അവരെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ. കാരണം അവർ നീതിക്ക് വേണ്ടി പോരാടിയതാണ് ഈ വർഷങ്ങൾ മുഴുവൻ. അവർക്ക് ഇതുകൊണ്ട് ഇപ്പം യവന്മാരെ കൊല്ലുന്നത് കൊണ്ടോ തൂക്കി കൊല്ലുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഇവരെ ഈ ശിക്ഷ വന്നതുകൊണ്ടോ ഒന്നും അവർക്ക് നേട്ടമൊന്നും ഉണ്ടാവാനില്ല. പക്ഷേ അവരുടെ മനസ്സിൻ്റെ സങ്കടം കുറയുമല്ലോ. കാരണം അവരുടെ പ്രതികാര വാഞ്ച എന്ന് പറയുന്നത് ഇല്ലാതാവത്തില്ലല്ലോ ഒരിക്കലും. റിട്രിബ്യൂഷൻ, അതാണ് അവിടെ സംഭവിക്കുന്നത്. പ്രതികാര വാഞ്ച അത് യഥാർത്ഥത്തിൽ നന്നായി ഈ കോടതി കൊടുത്ത വിധി എന്ന് പറയുന്നത് ഇതൊരു കണ്ണു തുറക്കാനുള്ള ഒരു മാർഗമാണ്. ഇങ്ങനെയുള്ള വിധികൾ, ഇതുപോലുള്ള വിധികളാണ് വേണ്ടത്. ഈ അധികാര ദുർവിനിയോഗം ഇതുപോലെ നടത്തിയിട്ട് സാധാരണക്കാരെയും പാവങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇടിച്ച് കൊല്ലുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഒരുപാട് കാര്യം ഇവിടെ കേരളത്തിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ശിക്ഷ. ഉദയകുമാർ ഉരുട്ടിക്കൊല കേസിനകത്തൊക്കെ അങ്ങനെ സംഭവിച്ചുള്ളതാണ്. വെറുതെ നമ്മൾ കാണാൻ റോഡരിവിൽ ചുമ്മാ നിൽക്കുന്ന ആളിനെ പിടിച്ചുകൊണ്ട് പോയി തെറ്റിദ്ധരിച്ചാണെന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് തല്ലിക്കൊല്ലുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് സംഭവിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ഈ അമിതമായ അധികാര പ്രയോഗമാണ്, തോന്നിവാസം പോലെ. ഇത് ജനങ്ങളുടെ മേളിൽ കുതിര കയറാനല്ല ഈ പോലീസിന് യൂണിഫോം കൊടുത്തേക്കുന്നത് എന്ന് അവർ തന്നെ ഒന്ന് തിരിച്ചറിയണം. വളരെ സങ്കടകരമായ ഒരു സംഭവമാണ് സംഭവിച്ചതെന്ന്. അന്ന് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ വിധി ഇങ്ങനെ വന്നതിൽ. ഇത് യവന്മാർക്ക് ഈ ശിക്ഷയ്ക്ക് ഇവർ അർഹരാണ്. ഇത് തന്നെ വേണം. 2 വധശിക്ഷ വീതം ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ട്, ഈ 9 എണ്ണത്തിനും. ഇത് ഒരു സംശയവും വേണ്ട, നല്ല തെളിവാണ് ഇതിനകത്തുള്ളത്. വളരെ വലിയ മെഡിക്കൽ എവിഡൻസ് നന്നായിട്ടുള്ളതാണ്. അതിനകത്ത് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ്റെ എല്ലാം തെളിഞ്ഞതാണ്. പോലീസ് കസ്റ്റഡിയിലെടുത്തതിനെല്ലാം തെളിവുമുണ്ട്. ആ രീതിയിലായി. ഏതായാലും ഇപ്പോൾ അവസാനം ഇതിൻ്റെ കൾമിനേഷൻ എന്ന് പറയുന്നത് വളരെ മനസ്സിന് ആശ്വാസം തരുന്ന ഒരു വിധിയായിട്ട് മാറി. ഇങ്ങനെ ആകണം കോടതികൾ.